ഈ ഇന്നസെൻ്റ് പറയുമ്പോഴേ ഇന്നസെൻ്റ് നമ്മളൊക്കെ ആയിട്ട് നല്ല അടുപ്പാണ്. പക്ഷെ ഇന്നസെൻ്റ് നമ്മൾ അറിയാത്ത കുറേ ആൾക്കാരായിട്ട് ഭയങ്കര അടുപ്പാണ്. ഞാൻ അരവിന്ദൻ സാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു രൂപമുണ്ട്, അദ്ദേഹത്തിൻ്റെ അങ്ങനെ പെരുമാറുന്നുള്ള ഒരു രീതി നമുക്കറിയാം. പക്ഷെ അരവിന്ദൻ സാറ് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് ഇന്നസെൻ്റിൻ്റെ കോമഡി. അപ്പോൾ അരവിന്ദൻ സാറ് സംസാരിക്കുന്നതേ വളരെ പതുക്കെ കുറച്ച്. പക്ഷേ ഇന്നസെൻ്റ് പറയുമ്പോൾ പുള്ളി വയറൊക്കെ കുലുക്കി പൊട്ടിച്ചിരിക്കുന്ന ഒരു അരവിന്ദൻ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഓംപുരിയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇന്നസെൻ്റിനെ പറ്റിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഇന്നസെൻ്റിൻ്റെ ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്ത് അദ്ദേഹം ഹിന്ദിയിൽ കുറേ നേരം ഇന്നസെൻ്റിന് ഭയങ്കര കാര്യം എനിക്ക്. അതുപോലെ തന്നെയാണ് ഹിന്ദിയിൽ പല ആർട്ടിസ്റ്റ് നമ്മൾ ഹിന്ദിയിൽ പല ഉണ്ട്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ MP ആയിട്ട് ഡൽഹിയിൽ പോയപ്പോൾ ഈ മാന്നാർ മത്തായി എന്ന് പറയുന്ന സിനിമകൾ, കാരണം പ്രിയൻ സാർ അവിടെ പോയിട്ട് ഇവിടെയുള്ള ഒരുപാട് സിനിമകൾ അവിടെ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീമേക്കിന് മുമ്പ് അവിടെയുള്ള ഹിന്ദി നടന്മാർ ഇതിട്ട് കണ്ടിട്ടുണ്ട് പലതും. അപ്പൊ പലതും പറയാം. അപ്പം ഈ മാന്നാർ മത്തായിയോ മറ്റേ അവിടെ അക്ഷയ് കുമാറും സംഘമൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പരേഷ് ട്രാവൽ എന്ന് പറയുന്നത് പരേഷ് ട്രാവലാണ് ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുന്ന റോള് ചെയ്തേക്കുന്നത്. അപ്പൊ പരേഷ് ട്രാവലും വേറെ എവിടുന്നോ ജയിച്ച് MP ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോൾ ഈ പരേഷ് ട്രാവലിന് വലിയ ബഹുമാനമാണ് ഇന്നസെന്റ് ഏട്ടനെ കാണുമ്പോൾ. കാരണം പരേഷ് ട്രാവൽ ആ വേഷം ഒരു പ്രത്യേക രീതിയിൽ കെട്ടി ഒരു കണ്ണടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇന്നസെന്റ് ഏട്ടൻ കളിച്ചേക്കുന്ന കളി കണ്ടിട്ട് പറയും, അവിടെ പോകുമ്പോൾ ആകെ അയാൾ വരും. അയാൾ വന്നാലും ഈ മാനാർമത്തായുടെ ഇതിന്റെയൊക്കെ കാര്യങ്ങളാണ് അവിടെ പാർലമെന്റിൽ എത്തുമ്പോൾ പോലും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന. അതാണ് ഇന്നസെന്റിന്റെ ഒരുപാട് ഭാഗ്യമുള്ള മനുഷ്യനാണ്. കാരണം നമ്മളിപ്പോ ഇന്നസെന്റിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല. അവിടെയൊക്കെ പോയിട്ടും ഈ മലയാളം പറഞ്ഞ് അദ്ദേഹം ചിരിപ്പിച്ചു എല്ലാവരെയും. വേറെ ഒരു ലാംഗ്വേജിലും അല്ല, മലയാളം പറഞ്ഞ് തന്നെ അദ്ദേഹം ചിരിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പോയി മലയാളത്തിൽ സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതി നമുക്കൊരു മാർഗദർശിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഡേവിഡ് ഏട്ടാ, ഈ സിനിമകളിൽ എല്ലാത്തിനും ഇന്നസെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു, പല സിനിമകളും ഒരു സമയത്ത് ഷൂട്ടിങ് വരിക, ഇന്നസെന്റിന്റെ ഒരു തിരക്കിന്റെ കണക്ക് വെച്ചിട്ട് എളുപ്പമല്ല എല്ലാ സിനിമകളിലും ഉൾക്കൊള്ളിക്കാൻ വെച്ചു. ഒന്നുകിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഫ്രിക്ഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്നസെന്റിന്റെ ഒരു പറ്റായ്മ ഡേവിഡിന്റെ പടത്തിലേക്ക് എത്താൻ? ഇല്ല. ഡേവിഡ് പടം എടുക്കുള്ളൂ കാര്യം. അപ്പൊ അത് അവര് തമ്മിലൊരു കോംബോ അങ്ങനെയായിരുന്നു. അല്ല, അങ്ങനെ ടീമായിരുന്നില്ലോ. അതേ കാലത്ത് ഇന്നസെന്റ് വന്ന് പിന്നെ നെടുമുടി ഇവിടെ പറയുമ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് വന്നു. പിന്നെ ഭരത് ഗോപി ഞങ്ങളന്ന്. അപ്പോൾ ആ സെറ്റപ്പിൽ മോഹൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഭരതൻ ഡയറക്റ്റ് ചെയ്യുന്നു, KG ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒരു പറഞ്ഞ പേരില്ലേ, മോഹൻ സാറ്, ഭരതൻ സാറ്, KG ജോർജ്, ഒരു പരിധി വരെ ഗോപി ഏട്ടൻ, ഈ വേണുചേട്ടൻ, രവീന്ദ്രൻ, ഇവരെല്ലാം നമ്മളിപ്പം ഒരു കൊലയിലുള്ള ആൾക്കാരാ. ചില തനത് മറ്റേ കല, കൊട്ട്, പാട്ട്, മേളം, സാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിലുള്ള ഈ കൂട്ടത്തിൽ ഫലത്തിൽ ചേരാൻ പറ്റാത്ത ഒരാളായിട്ട് നമുക്ക് ഇന്നസെന്റ് ഏട്ടനെ തോന്നാറുണ്ട്. അതാണ് പറഞ്ഞാണ് ആ ഇന്നസെന്റ് ഏട്ടൻ നമ്മൾ കാണുന്ന രീതിയില്ലാത്തൊരു ബന്ധങ്ങൾ വേറെയുണ്ട്. സ്ഥിരം ഇന്നസെന്റിനെ പറയാത്ത ബന്ധങ്ങൾ, അതൊക്കെ ഈ വലിയ തലത്തിലുള്ള എഴുത്തുകാരായിട്ട് ഇന്നസെന്റിന് നല്ല ബന്ധങ്ങളാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇന്നസെന്റ്, അത് അദ്ദേഹത്തിന്റെ ഒരു ആ ശൈലിയും പ്രസന്റേഷനാണ് അദ്ദേഹത്തിന്റെ.